പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളൊന്ന് പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്നാണ് ഹെഡിങ് വരുന്നത്. ഇതിലെ 1-2 സെക്ഷൻസുകളാണ് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് പഠിക്കുവാനുള്ളൂ. ആ പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപേ അതിൻ്റെ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ അതാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു വെക്റ്റർ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ആംഗിൾ എന്താണെന്ന് പറഞ്ഞു, ഡയറക്ഷൻ കൊസൈൻ എന്താണെന്ന് പറഞ്ഞു, ഡയറക്ഷൻ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. ലൈനും വെക്റ്ററും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റിനെയാണ് വെക്റ്റർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ലൈൻ എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ലൈൻ എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ്? ഡയറക്റ്റഡ് ലൈൻ എന്ന് പറയുന്ന ആശയമാണ്. ഈ ലൈനിനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻ്റ് ആയി, അതായത് വെക്റ്റർ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു വെക്റ്റർ എന്ന് പറയുന്നതിന് ഡയറക്ഷൻ ആംഗിൾ ഉണ്ട്, ഡയറക്ഷൻ കൊസൈൻ ഉണ്ട്, ഡയറക്ഷൻ റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ എന്ന് പറയുന്നതിന് ഡയറക്ഷൻ ആംഗിൾ ഉണ്ട്, ഡയറക്ഷൻ കൊസൈൻ ഉണ്ട്, അതുമാതിരി തന്നെ ഡയറക്ഷൻ റേഷ്യോ ഉണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ 3 ഡയമെൻഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ആശയത്തിൽ നമ്മൾ 3 ആക്സിസുകളുള്ള ഒരു കാര്യം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് എന്തായിട്ട് പറയാം? O എന്ന് പറഞ്ഞെടുക്കാം. കൂടാതെ ഒരു ലൈൻ കൂടി ഞാൻ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡയറക്ഷൻ മുകളിലേക്ക് ആവാം, അല്ലെങ്കിൽ ഈ ലൈനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തെ സൈഡിലുണ്ട് നമുക്ക് വിചാരിക്കാം. കാരണം ഈ ആക്സിസ് വരയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ല ആക്സിസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു ലൈൻ എന്ന് പറഞ്ഞ ആശയം കാണാം. ഇങ്ങോട്ടേക്കുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് എന്തായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഡയറക്ഷൻ അല്ല നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്, ലൈൻ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ എടുക്കാം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ലൈൻ എടുക്കുന്നതെങ്കിൽ അത് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ, വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ, ഇസഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഗാമ. ഈ ആംഗിൾസുകളെ നമുക്ക് എന്ത് പറയാം? ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയാം. ഈ ആംഗിൾസ് മാത്രമാണോ? അല്ല, ഇതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിളും എന്തായിട്ട് വരും? ലൈൻ എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ വരും. വെക്ടർ നമ്മൾ പറയുകയാണെങ്കിൽ OP എന്ന് പറഞ്ഞൊരു വെക്ടർ ആണെങ്കിൽ ഓയിൽ നിന്ന് നേരെ പിയിലേക്ക്, ഒരു കേസ് മാത്രമേ നമ്മൾ പറയുള്ളൂ. പക്ഷേ ലൈനിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരുന്ന രീതിയിലും എടുക്കാം, മറ്റേ ഡയറക്ഷൻ വരുന്ന രീതിയിലും എടുക്കാം. അപ്പോൾ 2 കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ലൈൻ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു ജോഡി ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഏതാ വരിക? ആൽഫ, ബീറ്റ, ഗാമ. ഇതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾസുകളാണ് മറ്റേ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത്. അതായത് പൈ മൈനസ് ആൽഫ, പൈ മൈനസ് ബീറ്റ, പൈ മൈനസ് ഗാമ. ഈ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നതിൻ്റെ കൊസൈൻ വാല്യൂസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അത് വെക്ടറിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ലൈനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഒരു ജോഡി ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. അതുപോലെ കോസ് പൈ മൈനസ് ആൽഫ, കോസ് പൈ മൈനസ് ബീറ്റ, കോസ് പൈ മൈനസ് ഗാമ, അതും എന്ത് തന്നെയാണ്? ഡയറക്ഷൻ കൊസൈൻസ് തന്നെയാണ്. അതിനെ നമുക്ക് ഒന്നും കൂടിയും ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഫോർമുലയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് പൈ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആൽഫയാണ്, കോസ് പൈ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ബീറ്റയാണ്, കോസ് പൈ മൈനസ് ഗാമ എന്ന് പറയുന്നത് മൈനസ് കോസ് ഗാമയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഒരു ലൈൻ എന്ന് പറയുന്നതിന് ഒരു ജോഡി ഡയറക്ഷൻ ആംഗിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജോഡി ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയം വരുന്നുണ്ട്. ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് LMN എന്ന് പറയുന്ന ആശയമാണ്. മറ്റൊരു ജോഡി എന്ന് പറയുന്നത് -L, -M, -N എന്ന് പറയുന്ന ആശയമാണ്. കാരണം എന്താ? മൈനസ് കോസ് ആൽഫ, മൈനസ് കോസ് ബീറ്റ, മൈനസ് കോസ് ഗാമ എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറയുന്നത് LMN ആണെന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈനിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയം LMN എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ -L, -M, -N എന്ന് പറഞ്ഞ ആശയത്തേക്ക് എടുക്കാം. ഇനി ഡയറക്ഷൻ റേഷ്യോസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസുമായി പ്രൊപ്പോർഷണൽ ആകുന്ന 3 നമ്പേഴ്സുകളെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞ ആശയം അവിടെ പറഞ്ഞിരുന്നത്. അതുപോലെ ലൈനിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ ഡയറക്ഷൻ കൊസൈൻസുമായി പ്രൊപ്പോർഷണൽ ആകുന്ന നമ്പേഴ്സുകളാണ് എന്തായിട്ട് വരിക? ഡയറക്ഷൻ
റേഷ്യോസ് എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരുന്നത്. പക്ഷേ ഡയറക്ഷൻ റേഷ്യോസിൻ്റെ കാര്യം കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്നതിന് പാരലായിട്ട് ഇഷ്ടംപോലെ ലൈനുകൾ വരയ്ക്കാം. ഈ പാരൽ ലൈൻസുകളുടെ ആശയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാരണം എന്താ, അതിന് പാരലായിട്ട് നമുക്ക് വേറെയും കുറേ ലൈൻസുകൾ വരയ്ക്കാം. അതിനൊക്കെ എന്തുണ്ടായിരിക്കും, ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ അറിയാമെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ കോൺസ്റ്റന്റ് ഏതാണെന്ന് കണ്ടെത്തുക മാത്രമേ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യുവാനുള്ളൂ. അപ്പോൾ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ലൈൻ എന്ന് പറയുന്നതിന് വെക്ടറിനുള്ളതുപോലെ തന്നെ ഡയറക്ഷൻ ആംഗിൾ ഉണ്ട്, ഡയറക്ഷൻ കൊസൈൻ ഉണ്ട്, ഡയറക്ഷൻ റേഷ്യോ ഉണ്ട്. ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് LMNും വരാം, -L, -M, -N എന്ന് പറഞ്ഞ ആശയം വരാം. അതുപോലെ തന്നെ ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ, ഗാമ വരാം. അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾസ് ആയ π - ആൽഫ, π - ബീറ്റ, π - ഗാമ എന്നിവ വരാം. ഈ സെക്ഷനിൽ നമുക്ക് പറയാനുള്ള ഒരു ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, L എന്ന് പറയുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് LMN ആണ്. അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എയും ബിയും സിയും ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാൻ L = ±a/√a² + b² + c². അതുപോലെ M = ±b/√a² + b² + c². N = ±c/√a² + b² + c². ഈ ഫോർമുല എന്തിനാണ് ഇപ്പോൾ നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയം നമുക്ക് കണ്ടെത്താൻ വേണ്ടി ചോദ്യം വരികയാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ± ആണ് എടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾക്ക് എ എന്ന് പറയുന്നത് പോസിറ്റീവാണ് തരുന്നതെങ്കിൽ പോസിറ്റീവ് എടുക്കും, നെഗറ്റീവാണ് തരുന്നതെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ ആശയം എടുക്കും. ഇത്രയുമാണ് ആ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. ഡയറക്ഷൻ കൊസൈൻസിന്റെ ഷോർട്ട് ഫോം ആണ് കാണുന്നത്. അംഗീകൃതമായ നൊട്ടേഷനാണ്. കണ്ടു കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസിൻ്റെ റിലേഷനാണ് നമുക്ക് പറയാനുള്ളത്. വെക്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു L² + M² + N² എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിരുന്നു. ഇതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾക്ക് ലൈനിൻ്റെ കാര്യത്തിലും കയറി വരുന്നത്. അപ്പോൾ എന്താ കണ്ടീഷൻ വരുന്നത്, L² + M² + N² എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, LMN എന്ന് പറയുന്ന ആശയം വരുമ്പോൾ L² + M² + N² = 1 ആണ്. ഇനി -L, -M, -N എടുത്താൽ എന്താണ്, ഈ കണ്ടീഷൻ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് എന്താണ് പറയുന്നത്, L² + M² + N² എന്ന് പറയുന്ന ആശയം എന്താണ്, 1 ആണെന്നുള്ള കാര്യം പറയുന്നത്. അതിനെന്ത് ചെയ്താൽ മതി, തൊട്ട് മുമ്പേ L, M, N എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഫോർമുല ഞാൻ തന്നിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അതേ ഫോർമുല വെച്ചുകൊണ്ട് L² + M² + N² എന്ന് പറയുന്ന ആശയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ A², B² C² വരും. ഡിനോമിനേറ്ററിൽ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് റൂട്ടൊക്കെ ഒഴിവാകും. അപ്പോൾ A² + B² + C² കോമൺ ഡിനോമിനേറ്റർ വരും. അപ്പോൾ എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, A² + B² + C² ഡിനോമിനേറ്റർ വരും. മുകളിൽ A² + B² + C² വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 1 വരും. അങ്ങനെയാണ് അതിൻ്റെ പ്രൂഫിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ റിലേഷൻ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ഷൻ കൊസൈൻസുകൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് 1 ആയിരിക്കും. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയാണ് ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. P എന്ന് പറയുന്ന ഒരു പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. L എന്ന് പറയുന്ന ആശയം കിട്ടണമെങ്കിൽ x2 - x1/pq ചെയ്യുക. M കിട്ടണമെങ്കിൽ y2 - 1/pq ചെയ്യുക. N കിട്ടണമെങ്കിൽ z2 - z1/pq ചെയ്യുക. ഇതിലപ്പോൾ നമുക്ക് PQ ആണ് അറിയേണ്ടത്. PQ എന്ന് പറയുന്നത് Pയിൽ നിന്ന് Qയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് 3 ഡയമെൻഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ് അത് വരുന്നത്. അതൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്ന ആശയമാണ് പറയുന്നതെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ആർ x2 - x1, y2 - y1, z2 - z1. ഇങ്ങനെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് സെക്ഷനായ കാര്യം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആശയം എടുക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ 2 പോയിന്റ് തന്ന് അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ x2 - x1, y2 - y1, z2 - z1 എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ x1 - x2, y1 - y2, z1 - z2 എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇത്രയുമാണ് ശരിക്കും ആ ഭാഗത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ 11.3 ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്.
ഈ ഒരു ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 11.3.1 നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അവിടെ പറയുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്റ്റർ ബി. ഒരു ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനെ പറ്റിയാണ് നമുക്കവിടെ ഡിസ്കഷൻ വരുന്നത്. ആ ലൈൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യണം, കൂടാതെ വേറെ ഒരു വെക്റ്ററിന് പാരലൽ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ ബി വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബി വെക്ടറിന് പാരലൽ ആവുകയും ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയത്തെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ആ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻസുകൾക്കെല്ലാം തന്നെ വെക്റ്റർ ഫോമും ഉണ്ട്, അതുപോലെ കാർട്ടീഷ്യൻ ഫോമും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെക്റ്റർ ഫോം എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മൾ വെക്റ്റർ ഫോമിൽ നിന്ന് നമുക്ക് കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്താനും പറ്റുന്നു. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ആശയത്തിൽ നമ്മൾ ആക്സിസുകളൊന്ന് വരയ്ക്കുകയാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് എന്ന് പറയുന്ന ആര് എല്ലാം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ എന്ന് പറഞ്ഞ ആരിയായിട്ട് എടുക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ ഞാൻ എടുക്കുകയാണ്. എൽ എന്ന് പറയുന്ന ഒരു ലൈൻ എടുത്തു. അപ്പോൾ അതിന് പാരലായിട്ട് ഇവിടെ എന്ത് വരണം, ബി വെക്റ്റർ എന്ന് പറയുന്ന ആശയം ഉണ്ടായിരിക്കണം. ഈ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ പോയിന്റിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്, എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ. എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒറിജിനുമായി മീറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ വെക്ടർ എ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ലൈനിൻ്റെ മുകളിൽ ഒരു ജനറൽ പോയിന്റ് ഞാൻ എടുക്കുകയാണ്, പി എന്ന് പറയുന്ന പോയിന്റ്. ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമുക്ക് ഒ പി എന്ന് പറഞ്ഞ വെക്ടർ കാണാൻ വേണ്ടി പറ്റും. ജനറൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയതുകൊണ്ട് അതിനെ വെക്ടർ ആർ എന്ന് പറഞ്ഞ് നമുക്ക് നോട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ട്രയാങ്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ട്രയാങ്കിൾ ഒ എ പി. ഈ ട്രയാങ്കിൾ നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ആണ്. ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, വെക്ടർ ഒ എ പ്ലസ് വെക്ടർ എ പി ഈക്വൽ ടു വെക്ടർ ഒ പി. വെക്ടർ ഒ എ പ്ലസ് വെക്ടർ എ പി ഈക്വൽ ടു വെക്ടർ ഒ പി. ഇതിലെ വെക്ടർ ഒ എ എന്ന് പറയുന്നത് എ വെക്ടറാണ്, പ്ലസ് വെക്ടർ എ പി ഈക്വൽ ടു ഒ പി എന്ന് പറഞ്ഞ വെക്ടറിന് പകരം വെക്ടർ ആർ എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം, വെക്ടർ എ പി ഈക്വൽ ടു വെക്ടർ ആർ മൈനസ് വെക്ടർ എ എന്നുള്ള ആശയം പറയാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് കാര്യം, ഫിഗറിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എ പി എന്ന് പറയുന്ന ഈ ഒരു വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും പാരലാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം, എ പി പാരലൽ ടു വെക്ടർ ബി. വെക്ടർ ആൾജിബ്രയിൽ ഒരു റിമാർക്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എ വെക്ടറും ബി വെക്ടറും പാരലൽ ആണെങ്കിൽ ബി വെക്ടർ എന്ന് പറയുന്നതിനെ ലാംഡ ഇൻറ്റു എ വെക്ടർ എന്ന് പറഞ്ഞ ആശയം എഴുതാൻ വേണ്ടി പറ്റുന്നു. ഇതേ ആശയത്തിലൂടെ നമുക്ക് ഇവിടെ എന്ത് പറയാം, വെക്ടർ എ പി ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ ബി. ഇതിലെ വെക്ടർ എ പി എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ ആർ മൈനസ് വെക്ടർ എ ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഈക്വൽ ടു ലാംഡ ബി. ഇവിടെ നിന്ന് നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാം, വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ലാംഡ ബി വിച്ച് ഈസ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ട ലൈൻ എന്ന് പറയുന്നതിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വെക്ടർ ഇക്വേഷൻ? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി. ഈ ഫോർമുലയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇതിലെ എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യണം. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ എ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബി വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈൻ ഒരു വെക്ടറിന് പാരലൽ ആവണം. ആ പാരലൽ വെക്ടറാണ് എന്തായിട്ട് പറയുന്നത്, ബി എന്ന് പറയുന്ന വെക്ടറായിട്ട് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ള ഇവിടെ വെക്ടർ ഇക്വേഷൻ കാണാനാണ് പറയുന്നതെങ്കിൽ ഈ ഫോർമുല നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അവിടേക്ക് എ വെക്ടറും ബി വെക്ടറും ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് അടക്കമാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു പോയത്. ഇത് വെക്ടർ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞ ആശയമാണ്. ഇതേ വെക്ടർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് പോകാം. അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. നമുക്കിപ്പോൾ ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെക്ടർ ആർ എന്ന് പറയുന്നത് ജനറൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ്. ഈ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ എടുക്കുക, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാണ് എടുക്കുക. ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ആ പോയിന്റ് ഞാൻ x1 y1 z1 എന്ന് പറഞ്ഞ് വിചാരിക്കുകയാണ്. ബി വെക്ടർ എന്ന് പറയുന്നതിന്
വെക്ടറാണ്, ഡയറക്ഷൻ റേഷ്യോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ എയും ബിയും സിയും ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പി എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ വെക്ടറിനെ XI + YJ + ZK എന്ന് പറഞ്ഞെഴുതാം. വെക്ടർ എ എന്ന് പറഞ്ഞാൽ X1I + Y1J + Z1K എന്ന് പറഞ്ഞെഴുതാം. ABC ഡയറക്ഷൻ റേഷ്യോ ആയതുകൊണ്ട് തന്നെ AI + BJ + CK എന്ന് പറഞ്ഞ് എഴുതിയാൽ ബി വെക്ടർ എന്ന് പറഞ്ഞ കാര്യമായി. ഈ കാര്യങ്ങൾ ഞാൻ മുകളിലേക്കൊന്ന് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? XI + YJ + ZK = X1I + Y1J + Z1K പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് പറയുന്ന ആശയം എങ്ങനെ എഴുതാം? AI + BJ + CK. റൈറ്റ് സൈഡിലെ രണ്ട് വെക്ടറുകളുടെ അഡീഷൻ ആണ് വരുന്നത്. ആ രണ്ട് വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? X1 + A ലാംഡ I പ്ലസ് Y1 + B ലാംഡ J പ്ലസ് Z1 + C ലാംഡ K. ലെഫ്റ്റ് സൈഡ് കിട്ടിയിരിക്കുന്നത് XI + YJ + ZK എന്ന് പറഞ്ഞ കാര്യമാണ്. രണ്ട് വെക്ടർ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ഐൻ്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആവണം, ജെയിൻ്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആവണം, കെൻ്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം X = X1 + A ലാംഡ, അതുപോലെ Y = Y1 + B ലാംഡ, അതുപോലെ Z = Z1 + C ലാംഡ. ഞാൻ ഈ ഓരോ കാര്യത്തിൽ നിന്നും എല്ലാം ഒക്കെയർ ചെയ്താലാണ് രണ്ട് വെക്ടറും ഈക്വൽ ആവുള്ളൂ. അപ്പം നിർബന്ധമായും അത് എന്താണ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മളിവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിൽ നിന്നും ലാംഡ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നിന്ന് ലാംഡ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് X - X1/A = ലാംഡ, Y - Y1/B = ലാംഡ, Z - Z1/C = ലാംഡ. എല്ലാം നമ്മൾ ലാംഡ തന്നെയാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? Therefore X - X1/A = Y - Y1/B = Z - Z1/C, which is the Cartesian equation of the line. അപ്പോൾ നമ്മുടെ ലൈൻ എന്ന് പറയുന്നതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? X - X1/A = Y - Y1/B = Z - Z1/C. വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷൻ്റെയും ഫോർമുല നിർബന്ധമായി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഏതൊക്കെ ഇക്വേഷൻസുകളാണ് വരിക? വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആശയമാണ് വരിക. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാശയമാണ് വരിക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ക്വസ്റ്റ്യനിൽ ഈ ഫോർമുലയുമായി കണക്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും തരും. നമ്മൾ അതിലേക്ക് കൊടുക്കുന്നു, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. അത് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഫോർമുലാസുകളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കുവാനുള്ളത്. വെക്ടർ R = A + λb എന്ന് പറയുന്നതും X - X1/A = Y - Y1/B = Z - Z1/C എന്ന് പറയുന്നതും ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് X1 Y1 Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് നിൽക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാരലൽ ആയി നിൽക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്കറിയില്ല, ഡയറക്ഷൻ കൊസൈൻ ആണ് നമുക്കറിയുന്നതെങ്കിൽ. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇവിടെ ബി വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് നമുക്കറിയാവുന്നത്. ഇതേ ബി വെക്ടറിന്റെ തന്നെ ഡയറക്ഷൻ കൊസൈൻസ് L, M, N ആണ് നമുക്ക് അറിയുന്നതെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമാണ് അതിൽ നമുക്ക് പറയാനുള്ളൂ. രണ്ട് ഫോർമുലാസുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. If A, B, C are direction ratios of the line, then Cartesian equation is X - X1/A = Y - Y1/B = Z - Z1/C. ഇവിടെ നമ്മൾ തൊട്ട് മുൻപേ ഈ പറഞ്ഞ കാര്യം ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പാരലായി നിൽക്കുന്ന ബി വെക്ടർ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ABC എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പാരലായിട്ട് നിൽക്കുന്ന വെക്ടറിന് പകരം പാരലായിട്ട് ഒരു ലൈനാണ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് Aയും Bയും Cയും ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യാം? അവിടെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ അവിടെ ABC എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഡയറക്ഷൻ റേഷ്യോ ഓഫ് ലൈൻ ആണ് പറയുന്നത്. പക്ഷെ ശരിക്കും അത് വെക്ടർ എന്ന് പറയുന്ന ആശയമാണ് ശരിക്കും നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എവിടേക്ക് ചാടിക്കുന്നത്? ലൈൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ L, M, N എന്ന് പറയുന്നത് ലൈനിൻ്റെ തന്നെ ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് X - X1/L = Y - Y1/M = Z - Z1/N. അപ്പോൾ ഇവിടെ മൂന്ന് ഫോർമുലാസുകളാണ് വരുന്നത്. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്ടർ R = A + λb യും കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം.
അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് പാരലായി നിൽക്കുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ഡയറക്ഷൻ റേഷ്യോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 5, 2, -4 ആൻഡ് വിച്ച് ഈസ് പാരലൽ ടു ദ വെക്ടർ 3i + 2j - 8k. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ കാണാം. ഒരു പോയിന്റിനെ കുറിച്ചും പറയുന്നുണ്ട്, പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറിനെ കുറിച്ചും പറയുന്നുണ്ട്. കണ്ടെത്തേണ്ടത് എന്താണ്? ലൈൻ എന്ന് പറയുന്നതിൻ്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടിൻ്റെയും ഫോർമുല നമുക്കറിയാം. ഫോർമുലയ്ക്ക് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഗിവൺ കണ്ടീഷൻസുകളിലേക്ക് ഒന്ന് പോവാം. ഇതിലെ പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന കാര്യം തന്നിട്ടുണ്ട്. അത് 5, 2, -4 എന്ന് പറയുന്ന ആശയമാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? വെക്ടർ എ എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ വെക്ടർ എ എന്ന് പറഞ്ഞ കാര്യം എഴുതുക. 5i + 2j - 4k ijk കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ മതി. ഇവിടെ സിമ്പിൾ ഏതാണോ വരുന്നത് അതേ സിമ്പിൾ തന്നെയാണ് ijk കോമ്പിനേഷനിലേക്ക് മാറ്റുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഇനി പാരലായിട്ട് നിൽക്കുന്ന വെക്ടർ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തിയറി സെക്ഷനിൽ ബി വെക്ടർ എന്ന് പറയുന്ന കാര്യമാണ് അത്. അപ്പോൾ ബി വെക്ടർ എന്ന് പറയുന്നത് 3i + 2j - 8k. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം എന്താണ്? വെക്ടർ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ്, ആദ്യം ഫോർമുല ഒന്ന് എഴുതുകയാണ്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ലാംഡ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ എന്ന് പറയുന്നത് തൊട്ടുമുകളിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 5i + 2j - 4k പ്ലസ് ബി വെക്ടർ നമുക്കറിയാം. അപ്പോൾ ലാംഡ ബി എന്ന് പറഞ്ഞ വെക്ടർ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലാ ടൈമിനോട് കൂടിയും എന്ത് ചെയ്യുക? ലാംഡ എന്ന് പറയുന്ന കാര്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ വെക്ടർ ഫോം എന്ന് പറയുന്ന ആശയം എഴുതുമ്പോൾ നമ്മൾ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ലാംഡ ഇൻറ്റു ബി വെക്ടർ എന്ന് പറയുന്ന കാര്യം അതുപോലെ അവിടെ എഴുതി വയ്ക്കുക. 3i + 2j - 8k. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം കിട്ടിക്കഴിഞ്ഞു. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ്, ഫോർമുല എന്താണ്? x - x1/a = y - y1/b = z - z1/c. ഇവിടെ x1, y1, z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 2, -4. a, b, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ ijk കോഎഫിഷ്യന്റ് ആണ് a, b, c എന്ന് പറഞ്ഞ ആശയം വരിക. അപ്പോൾ ഇത് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? x - 5/3 = y - 2/2 equal to z - -4/-8. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എടുത്തിട്ടുണ്ട്, y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എടുത്തിട്ടുണ്ട്, z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എടുത്തിട്ടുണ്ട്. a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറഞ്ഞാൽ -8. a, b, c എന്ന് പറഞ്ഞ കാര്യം അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്നുകൂടി മോഡിഫിക്കേഷൻ വരുത്താം. ഒന്നുകൂടി മോഡിഫിക്കേഷൻ വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 മൈനസ് വരുന്നതുകൊണ്ട് അതിന് എന്താക്കി മാറ്റാം? നമുക്ക് പ്ലസ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് x - y/3 = y - 2/2 = z + 4/-8 എന്ന് പറയുന്നതായിരിക്കും. സാധാരണയായിട്ട് നമുക്ക് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഒരുമിച്ച് ഒരു ചോദ്യത്തിൽ വരികയാണെങ്കിൽ ആദ്യം വെക്ടർ ഇക്വേഷൻ കാണുന്നു, പിന്നെ അതിന് ഡിറൈവ് ചെയ്തിട്ടാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുക. അപ്പോൾ വെയിറ്റേജ് 4 മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഈ വെയിറ്റേജ് കുറവായിട്ടാണ് വരുന്നതെങ്കിൽ, 4 മാർക്കിൽ താഴെയാണ് വരുന്നതെങ്കിൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അത് സോൾവ് ചെയ്യേണ്ടതില്ല. നേരെ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം ആലോചിക്കുക, അതിലേക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചോദ്യപേപ്പറുകളിലെല്ലാം ഫോർമുല ബേസ്ഡ് ആയിട്ട് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞ രീതി ഞാൻ പറയുന്നില്ല. ഡെറിവേഷൻ എന്ന് പറയുന്നത് തിയറി സെക്ഷന് നമ്മൾ പറഞ്ഞ് എന്തായാലും അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഇത്രേ ഉള്ളൂ. വെക്ടർ ആർ എന്ന് പറയുന്നതിന് എന്ത് കൊടുക്കും? xi + yj + zk കൊടുക്കും. ഈ രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വെക്ടർ, റൈറ്റ് സൈഡിൽ മറ്റൊരു വെക്ടർ. ഈ രണ്ട് വെക്ടറുകളും ഈക്വൽ ആണെങ്കിൽ ijk കോഎഫിഷ്യന്റ് ഈക്വൽ ആവണം. അവിടെ നിന്ന് എല്ലാത്തിൽ നിന്നും ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാംഡ എന്ന് പറയുന്നത് എല്ലാത്തിനും വ്യത്യസ്തമായ ആൻസറുകളാണ് കിട്ടുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷനിലേക്ക് തന്നെ എത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അഥവാ ഡെറിവേഷൻ വരികയാണെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഐഡിയ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ വരുന്ന മറ്റൊരു സെക്ഷനാണ്
11.3.2 ശരിക്കും 11.3 ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ 11.3.1 പഠിക്കണം, നമ്മൾ 11.3.2 പഠിക്കണം. ഈ സെക്ഷനിൽ നമുക്ക് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിന്റ്സ്, 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നതാണ് പറയാനുള്ളത്. തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ അത്തരം ലൈനുകളുടെ വെക്ടർ ഇക്വേഷൻ നമുക്ക് പറയാനുണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷൻ പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. 3 ഡയമെൻഷന് മുകളിൽ നമ്മളൊരു ലൈൻ എന്ന് പറയുന്ന ആശയം ഒന്ന് കൺസിഡർ ചെയ്യാണ്. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ആശയത്തിൽ നമ്മൾ 3 ആക്സസ് എടുത്തു, എൽ എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുന്നു. ഇത് 2 പോയിന്റിലൂടെ പാസ് ചെയ്യണം. ഒരു പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, എ എന്ന് പറഞ്ഞ പോയിന്റ്. മറ്റൊരു പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഒരു ജനറൽ പോയിന്റ് ഞാൻ ഇവിടെ പി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാണ്. എല്ലാത്തിനെയും ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിക്കുക. എ എന്ന് പറയുന്നതിനെ ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ എ വെക്ടർ എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. പി എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിക്കുക, മീറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ആർ വെക്ടർ എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിനെ ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ബി എന്ന് പറഞ്ഞ വെക്ടർ പൊസിഷൻ വെക്ടർ ആയിട്ട് പറയാം. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് പൊസിഷൻ വെക്ടർ ബി ആണ്, പി എന്ന് പറയുന്നതിന്റെ പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ആണ്, എ എന്ന് പറഞ്ഞ പോയിന്റ് പൊസിഷൻ വെക്ടർ വെക്ടർ എ എന്ന് പറഞ്ഞ ആശയമാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് 2 ട്രയാങ്കിളുകൾ ഒന്ന് കൺസിഡർ ചെയ്യാണ്. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഒ എ പി. ഒ എ പിയിൽ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെക്ടർ ഒ എ പ്ലസ് വെക്ടർ എ പി ഈക്വൽ ടു വെക്ടർ ഒ പി. അതായത് ഈ വെക്ടറും ആഡ് ചെയ്താൽ ഈ വെക്ടർ കിട്ടുന്നു. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വെക്ടർ ആണ്, പ്ലസ് വെക്ടർ എ പി ഈക്വൽ ടു ആർ വെക്ടർ. അതായത് എ പി വെക്ടർ ഈക്വൽ ടു വെക്ടർ ആർ മൈനസ് വെക്ടർ എ. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അവിടെ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം വെക്ടർ ഒ എ പ്ലസ് വെക്ടർ എ ബി ഈക്വൽ ടു വെക്ടർ ഒ ബി. ഇതിൽ വെക്ടർ ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വെക്ടർ ആണ്, പ്ലസ് എ ബി വെക്ടർ ഈക്വൽ ടു വെക്ടർ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. അതായത് വെക്ടർ എ ബി ഈക്വൽ ടു ബി മൈനസ് എ. ഇപ്പോൾ നമ്മൾക്ക് എ പി എന്ന് പറഞ്ഞ വെക്ടറും കിട്ടി, എ ബി എന്ന് പറഞ്ഞ വെക്ടറും കിട്ടി. ഈ 2 വെക്ടറും ശരിക്കും എന്താണ്, ലൈനിന്റെ മുകളിൽ കിടക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് പാരലൽ വെക്ടേഴ്സ് ആണെന്ന് പറയാം. ഇത് പാരലൽ വെക്ടേഴ്സ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, വെക്ടർ എ പി പാരലൽ ടു വെക്ടർ എ ബി, ദാറ്റ് ഈസ് വെക്ടർ എ പി ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ എ ബി. വെക്ടർ എ പി എന്ന് പറയുന്നത് വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ എ ബി എന്ന് പറയുന്നത് വെക്ടർ ബി മൈനസ് വെക്ടർ എ. ഇവിടെ ഒന്നും കൂടി മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ അതിനെ നമുക്ക് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ് എഴുതാം. ഈ ഇക്വേഷനെയാണ് വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി മൈനസ് വെക്ടർ എ എന്ന് പറയുന്ന ആശയമാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മുൻപിലേക്ക് പോയിട്ട് തൊട്ട് മുമ്പേ നമ്മൾ കാർട്ടീഷ്യൻ ഫോം ഡിറൈവ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞ കാര്യം ഡിറൈവ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നില്ല, നേരിട്ട് അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. വെക്ടർ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. അപ്പോൾ 2 പാസ് ചെയ്യുന്ന പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ, രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു സെഡ് ടു. നേരെ ഇതിലേക്ക് കൊടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സെക്ഷനിലുമായിട്ട് വരുന്ന ഫോർമുല. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് 3 ഫോർമുല വന്നു, ഈ സെക്ഷനിൽ 2 ഫോർമുല വന്നു. അങ്ങനെ ടോട്ടൽ 5 ഫോർമുലയാണ് നമ്മൾക്ക് ഓർത്തിരിക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ 2 സെക്ഷനുമായി കണക്റ്റഡ് ആയിട്ട് നിലനിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 2 നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യുവാനുള്ളത് ഒരു ലൈൻ എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുലയാണ് ആദ്യം ഓർമ്മയിൽ വരേണ്ടത്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ എയും ബിയും നമുക്കിവിടെ വേണം. എ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറി സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് പാസ് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്.
അപ്പോൾ ഇതിനെ ഐ ജെ കെ കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ മതി. -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i, 0j പ്ലസ് 2k. അപ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഐ ജെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ്. ഈ 0 വരുമ്പോൾ അതിനോടൊപ്പം വെറുതെ അറ്റാച്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ബി വെക്ടർ എന്ന് പറയുന്ന കാര്യം 3i പ്ലസ് 4j പ്ലസ് 6k. നമുക്ക് എ വെക്ടറും ബി വെക്ടറും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫോർമുലയിൽ ബി മൈനസ് ഉള്ളത് കൊണ്ട് ഞാൻ ബി മൈനസ് കൂടി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുകയാണ്. ബി മൈനസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. 3i മൈനസ് -i എന്ന് പറഞ്ഞാൽ എത്ര വരുന്നു? 4i. 4jയിൽ നിന്ന് 0j മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4j തന്നെ. 6kയിൽ നിന്ന് 2k മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4k. അപ്പോൾ നമുക്ക് ബി മൈനസ് കിട്ടി. വെക്റ്റർ ഇക്വേഷൻ ഈസ്, എന്താണ് വെക്ടർ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി മൈനസ് വെക്ടർ എ. ഫോർമുല എഴുതിയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അതെപ്പോഴും നിങ്ങൾ ഫോർമുല എഴുതിയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ വെക്ടർ എന്ന് പറയുന്നതിന് പകരം -i പ്ലസ് 0j പ്ലസ് 2k പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് നേരിട്ടിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യം എഴുതാം. 4i പ്ലസ് 4j പ്ലസ് 4k. അപ്പോൾ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x പ്ലസ് 3/2 ഈക്വൽ ടു y മൈനസ് 5/4 ഈക്വൽ ടു z പ്ലസ് 6/2. ഒരു ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടെത്താനുള്ളത് ഫൈൻഡ് ഇറ്റ്സ് വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ശരിക്കും ഏത് ഫോമിലാണ്? x മൈനസ് x1/a ഈക്വൽ ടു y മൈനസ് y1/b ഈക്വൽ ടു z മൈനസ് z1/c എന്ന് പറഞ്ഞ രൂപത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു ഇക്വേഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇക്വേഷൻ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഇവിടെ എഴുതുകയാണ്. x മൈനസ് x1/a ഈക്വൽ ടു y മൈനസ് y1/b ഈക്വൽ ടു z മൈനസ് z1/c. കമ്പയർ ചെയ്യുന്ന സമയത്ത് x1 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫോർമുലയിലെല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്നും നമ്മുടെ x1 y1 z1 എന്ന് പറഞ്ഞ ആശയം എഴുതുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏതാണോ സിമ്പിൾ സെൻട്രൽ വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് നമ്മൾ x1 എടുക്കുക, അതേപോലെ y1 എടുക്കുക, അതേമാതിരി z1 എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്തുകൊണ്ട് x1 y1 z1 എന്ന് പറഞ്ഞ കാര്യം എഴുതുകയാണ്. x1 എന്ന് പറയുന്നത് -3, y1 എന്ന് പറയുന്നത് 5, z1 എന്ന് പറയുന്നത് -6. ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ്, നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ്, പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ഉണ്ടോ. അപ്പോൾ ഒരു ലോജിക്ക് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം, ഒരു മിസ്റ്റേക്കും വരില്ല. എ ബി സി എന്ന് പറഞ്ഞ കാര്യം, എ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്ത് വരുന്ന ആദ്യത്തത്, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്നത്, സി എന്ന് പറഞ്ഞാൽ മൂന്നാമത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് x1 y1 z1 കിട്ടി, എ ബി സി എന്ന് പറഞ്ഞ ആശയം കിട്ടി. ഇതിലെ x1 y1 z1 എന്ന് പറയുന്നത് ശരിക്ക് പാസ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പൊസിഷൻ വെക്ടറായ എ വെക്ടർ എന്ന് പറഞ്ഞ കാര്യം എഴുതണമെങ്കിൽ ഇത് ഐ ജെ കെ കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ മതി. അതായത് -3i പ്ലസ് 5j മൈനസ് 6k. അതേപോലെ ഇവിടെ എയും ബിയും സിയും കിട്ടിയിട്ടുണ്ട്. അതിനെ ഐ ജെ കെ കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞ ആശയം കിട്ടും. അപ്പോൾ ബി വെക്ടർ എന്ന് പറയുന്നത് 2i പ്ലസ് 4j പ്ലസ് 2k. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ അതിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, -3i പ്ലസ് 5j മൈനസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, 2i പ്ലസ് 4j പ്ലസ് 2k. ഇതാണ് വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 1, 2, 3 ആൻഡ് ഈസ് പാരലൽ ടു ദ വെക്ടർ 3i പ്ലസ് 2j മൈനസ് 2k. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ലൈൻ പാസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ആശയവും, കൂടാതെ ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടറാണ് 3i പ്ലസ് 2j മൈനസ് 2k എന്ന് പറഞ്ഞ കാര്യവും. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ്. ഏത് ഇക്വേഷനാണ് പറയുന്നത്? വെറുതെ ഒരു ഇക്വേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, കാർട്ടീഷ്യൻ ഇക്വേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക. പൊതുവെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ലോജിക്കിലേക്കാണ് കണക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വെക്ടർ ഇക്വേഷനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പറയുകയാണ്.
ഈ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നത് ഏതാണ്? വെക്ടർ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ്, ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? പാസ് ചെയ്യുന്ന ഒരു പോയിന്റും പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും. അപ്പോൾ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ വെക്ടർ എന്ന് പറഞ്ഞാൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പോൾ ഇതിനെ ഐ ജെ കെ കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ മതി. ഐ പ്ലസ് 2j പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രത്യേകം കണ്ടെത്താനൊന്നുമില്ല, നേരെ ക്വസ്റ്റിന് തന്നിട്ടുള്ള ഈ വെക്ടർ അതുപോലെ താഴേക്ക് എഡിറ്റ് ചെയ്താൽ മതി. 3i പ്ലസ് 2j മൈനസ് 2k ആൻസറായി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പോയിന്റ് ആണ്, ഇവിടെ പൊസിഷൻ വെക്ടർ ആണ് എഴുതേണ്ടത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ വെക്ടർ ആൻഡ് ഇൻ കാർട്ടീഷ്യൻ ഫോം that passes through the point with the position vector 2i minus j plus 4k and is in the direction i plus 2j minus k. അതായത് നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വെക്ടർ ഫോമും കാണണം, കാർട്ടീഷ്യൻ ഫോമും കണ്ടുപിടിക്കണം. ആ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന ആശയം ഇവിടെ തന്നിട്ടുണ്ട്. ആ വെക്ടർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലായിരിക്കുകയും വേണം. അതായത് ഈ വെക്ടറിന് പാരലൽ ആയിരിക്കണം എന്നുള്ള ആശയം വരുന്നുണ്ട്. കൂടാതെ പാസ് ചെയ്യുന്ന പോയിന്റ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ അതിന്റെ പൊസിഷൻ വെക്ടറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചോദ്യം ഈ ചോദ്യം തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗിവൺ കണ്ടീഷൻ ആയിട്ട് കിട്ടുന്ന കാര്യം എന്താണ്? വെക്ടർ എ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് 2i മൈനസ് ജെ പ്ലസ് 4k. അതേപോലെ വെക്ടർ ബി എന്ന് പറയുന്നത് i പ്ലസ് 2j മൈനസ് കെ. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം, വെക്ടർ ഇക്വേഷൻ ഈസ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി. ദാറ്റ് ഈസ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ എന്നതിന് പകരം 2i മൈനസ് ജെ പ്ലസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് പറയുന്നതിന് പകരം i പ്ലസ് 2j മൈനസ് കെ. ഇപ്പോൾ നമുക്ക് വെക്ടർ ഇക്വേഷൻ കണ്ടെത്തൽ കഴിഞ്ഞു. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഫോർമുല അറിയാം. അതുകൊണ്ട് ആദ്യം ഞാൻ ഫോർമുല എന്ന് എഴുതാണ്. എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി. അപ്പോൾ അവിടെ എ ബി സി അറിയണം, എക്സ് വൺ വൈ വൺ സെഡ് വൺ അറിയണം. പാസ് ചെയ്യുന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ ഇതാണെന്നുണ്ടെങ്കിൽ ഐ ജെ കെ കോഎഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ആശയം കിട്ടും. അതായത് 2 മൈനസ് 1 4 എന്ന് പറയുന്നതാണ് എക്സ് വൺ വൈ വൺ സെഡ് വൺ. എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് ആണ് എ ബി സി എന്ന് പറഞ്ഞ ആശയം വരുന്നത്. ഈ കാര്യം ഞാൻ അതിലേക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഐന്റെ കോഎഫിഷ്യന്റ് 1 ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ -1 ആണ്, ഇപ്പോൾ -1 ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് 2 ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് -1. നമുക്കൊരു സ്റ്റെപ്പും കൂടി മുൻപിലേക്ക് എഴുതുമ്പോൾ എക്സ് മൈനസ് 2/1 ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇസഡ് മൈനസ് 4/-1 എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കൽ കഴിഞ്ഞു, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടെത്തൽ കഴിഞ്ഞു. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് -2 4 -5. ഒരു ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, കൂടാതെ പാരലൽ ആകുന്ന മറ്റൊരു ലൈനും തന്നിട്ടുണ്ട്. സാധാരണ പാരലായി നിൽക്കുന്ന വെക്ടറാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുക. ഇവിടെ പാരലായി നിൽക്കുന്ന ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പാരലൽ വെക്ടർ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസുകൾ എയും ബിയും സിയും നമ്മൾ പറയാറില്ലേ, അതിന് പകരം ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുന്ന ഏതാണോ അത് കൊണ്ടുപോയി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാം. ആൻസർ എഴുതുമ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് വരിക. അപ്പോൾ ആദ്യം ഫോർമുല എന്ന് പറയുന്നത് എന്താ വരിക? ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി. എക്സ് മൈനസ് എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്നത് -2 4 -5. അപ്പോൾ ഞാൻ ഇവിടെ -2 അപ്ലൈ ആണ്, ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന അതേ കാര്യം എഴുതിയാൽ മതി 3 ഈക്വൽ ടു. അതുപോലെ വൈ മൈനസ് വൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് 5 ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ എന്ന് പറയുന്നത് -5 ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് 6. കാരണം ഇതിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, വെക്ടർ എന്ന് പറയുന്ന ആശയം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിന്റെ മുകളിലാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതേ ഡയറക്ഷൻ റേഷ്യോ ആണ് നിലനിൽക്കുക. ഓക്കെ, നമുക്കിതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്താൽ
എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു വൈ മൈനസ് 4 ബൈ 5 ഈക്വൽ ടു ഇസഡ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ 6. ഇതാണ് അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. വളരെ സിമ്പിളാണ്. ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 1-2 എക്സാമിനേഷന് ഈ ചോദ്യം ചോദിച്ചതാണ്. സെയിം മോഡലിൽ ചോദ്യം തൊട്ടുമുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒരു ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ വെക്ടർ ഇക്വേഷനാണ് എഴുതേണ്ടത്. തൊട്ടുമുമ്പേ ചെയ്ത് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് x1 എന്ന് പറഞ്ഞ പൊസിഷനിൽ 5 ഉണ്ട്, y1 എന്ന് പറഞ്ഞ പൊസിഷനിൽ -4 ഉണ്ട്, z1 എന്ന് പറഞ്ഞ പൊസിഷനിൽ 6 ഉണ്ട്. അതായത് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് എഴുതുക. അതായത് മുമ്പേ പറഞ്ഞ അതേ ലോജിക്ക് തന്നെ. ഇനി a എന്ന് പറയുന്നത് 3, b എന്ന് പറയുന്നത് 7, c എന്ന് പറയുന്നത് 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്റ്റർ a എന്ന് പറയുന്നത് x1 y1 z1 നെ ijk കോമ്പിനേഷനിലേക്ക് മാറ്റുക. 5i മൈനസ് 4j പ്ലസ് 6k. അതുപോലെ ബി വെക്ടർ എന്ന് പറയുന്ന കാര്യം എഴുതണമെങ്കിൽ എ ബി സി എന്ന് പറയുന്നതിനെ ijk കോമ്പിനേഷനിലേക്ക് മാറ്റുക. 3i പ്ലസ് 7j പ്ലസ് 2k. നമുക്ക് വെക്ടർ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ വെക്ടർ ഇക്വേഷൻ ഈസ് ഫോർമുല വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ വെക്ടർ എന്നതിന് പകരം 5i മൈനസ് 4j പ്ലസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടറിന് പകരം 3i പ്ലസ് 7j പ്ലസ് 2k. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദ പോയിന്റ്സ് 3 - 2 - 5 ആൻഡ് 3 - 2 6. 2 പോയിന്റ് തന്നിട്ടുണ്ട്. ആ 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ വെക്ടർ ഇക്വേഷനും കാണണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം കാണണം. അപ്പോൾ നമുക്ക് വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം കാണണമെങ്കിൽ വെക്ടർ എ എന്ന് പറയുന്ന കാര്യം എഴുതണം. ആദ്യത്തെ പോയിന്റ് പൊസിഷൻ വെക്ടറാണ് വരിക, അതായത് 3i മൈനസ് 2j മൈനസ് 5k. വെക്ടർ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് പൊസിഷൻ വെക്ടറാണ് വരിക, 3i മൈനസ് 2j പ്ലസ് 6k. നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം പറയുമ്പോൾ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. അവിടെ ബി മൈനസ് എ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ബി മൈനസ് എന്ന് പറഞ്ഞ ആശയം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 3i നിന്ന് 3i പോയി കഴിഞ്ഞാൽ 0i, മൈനസ് 2jയിൽ നിന്ന് മൈനസ് 2j തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0j, 6kയിൽ നിന്ന് മൈനസ് 5k മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എത്ര വരും, 11k എന്ന് പറഞ്ഞ കാര്യം വരുന്നു. വെക്ടർ ഇക്വേഷൻ ഈസ് ഫോർമുല എഴുതുക. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ വെക്ടറിന് പകരം 3i മൈനസ് 2j മൈനസ് 5k പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറയുന്നത് 0i പ്ലസ് 0j പ്ലസ് 11k. ഇതിൽ 0i പ്ലസ് 0j എഴുതണം നിർബന്ധമൊന്നുമില്ല. വെറുതെ 11k എന്ന് മാത്രം എഴുതി കഴിഞ്ഞാലും എന്താണ് വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം എഴുതി കഴിഞ്ഞു. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുമ്പോൾ ഇത് x1, ഇത് y1, ഇത് z1, x2, y2, z2. ഫോർമുല എഴുതുക, അതിലേക്ക് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസുകളൊക്കെ ഞാൻ അതിലേക്കൊന്ന് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് x മൈനസ് 3 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 3 മൈനസ് 3 ഈക്വൽ ടു y മൈനസ് -2 ബൈ -2 മൈനസ് -2 ഈക്വൽ ടു z മൈനസ് -5 ഡിവൈഡഡ് ബൈ 6 മൈനസ് -5. ഒക്കെ അതിന് അതായത് പൊസിഷനിലേക്ക് ആ നമ്പറുകൾ നമ്മൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x മൈനസ് 3/0 ഈക്വൽ ടു y പ്ലസ് 2/0 ഈക്വൽ ടു z പ്ലസ് 5/11. ഇതാണ് അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സെക്ഷൻസുകളാണ് നമുക്ക് വരിക. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്റ്റർ, വെക്റ്റർ ബി. അത് ഒരു സെക്ഷനാണ്. മറ്റൊരു സെക്ഷൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ് എന്ന് പറയുന്ന ആശയം. ഈ 2 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് പിന്നെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ക്ലാസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആശയത്തിൽ നമുക്ക് പറയാൻ ആവശ്യമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മളവിടെ പ്രത്യേകം പറഞ്ഞത്. അതിലെ ഫോർമുലാസുകൾ ഇതിലേക്ക് നമുക്ക് ചിലപ്പോഴേ ആവശ്യം വരുള്ളൂ. ആവശ്യം വരികയാണെങ്കിൽ മാത്രം നിങ്ങളതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫോക്കസ് ഏരിയയിൽ ശരിക്കും വരുന്നത് ആ ഫോർമുലാസുകളാണ്. ഫോർമുലാസുകൾ ആദ്യത്തെ സെക്ഷനിൽ 3 ഉണ്ട്,
അടുത്ത സെക്ഷനിൽ 2 ഫോർമുലാസും ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ മോഡലിൽ ഇതുവരെ വന്നു കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ടോപ്പിക്കുകൾ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം പ്ലെയിനിൽ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ അവിടെ കൺക്ലൂഷൻ കൊടുക്കാനും പറ്റുന്നു. എന്തായാലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്ന സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.